എനിക്ക് ഈ പെൺകുട്ടിയോട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. ഉള്ള പേഴ്സണാലിറ്റി കളയണ്ട. അതല്ല, എന്റെ ശബ്ദം കുട്ടിക്ക് ഇഷ്ടമാകുമെന്ന് അറിയണമല്ലോ. പിന്നെ ഇഷ്ടാവല്ലോ, അംബരീഷ് പുരിയുടെ ശബ്ദമല്ലേ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവൾ അച്ഛനോട് പറഞ്ഞോളും. തൽക്കാലം നീ മിണ്ടാതിരി, അതാണ് ബുദ്ധി. അല്ലെങ്കിൽ ഗോപി എന്തോ ഒരു സ്വകാര്യം. ചെറുക്കന് പെണ്ണിന് ബോധിച്ചു എന്ന് പറയായിരുന്നു. നീ ആത്ത് പോ, അച്ഛനൊന്നിങ്ങി വന്നേ. ഒരു മിനിറ്റ്. നന്നായി പ്രാർത്ഥിച്ചോ. അച്ഛന് എന്ത് ഭാവിച്ച കാശിന് ഗതിയില്ലാത്ത ഒരുത്തൻ്റെ കൂടെ തന്നെ വേണോ അവളെ കെട്ടിച്ചുവിടാൻ? അവക്ക് പറ്റിയൊരു മണവാളൻ, സ്കൂളിലെ ഷിപ്പായി. 4 ആളുടെ മുഖത്ത് നീ എങ്ങനെ നോക്കും? പോരാത്തതിന് കൊഞ്ഞാണനും. അവരെ കാണുന്നില്ലല്ലോ. നീ അങ്ങനെ ധൃതി പിടിക്കല്ലേ, ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുള്ള പരിപാടിയാ. അപ്പൊ തീരുമാനം അല്പം വൈകും. ഒന്നിനൊരു 10-20 കൊല്ലം തീറ്റിപ്പോയില്ലേ, പെട്ടെന്ന് വലിച്ചെറിയാൻ പറ്റുമോ? എന്നാലും ശരി, ഞാനൊന്നും നോക്കിട്ട് വരാം. കാശോ ഇല്ല, മര്യാദയ്ക്കൊരു ശബ്ദമെങ്കിലും ഉണ്ടോ? അതുമില്ല. നമ്മുടെ സ്റ്റാറ്റസിനെ പറ്റിയ ബന്ധമാണിതെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അത് പിന്നെ നമ്മുടെ ഭാഗത്തും. ഇനി അധികം നേരം ഇരുത്തണ്ട, എന്തേലും പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക്. വരേ, ഇവിടെ തീരുമാനമായി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോ? സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് വെച്ചിരിക്കുക. എന്തായി? ഈ ചർച്ച അന്തിമഘട്ടത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഉറപ്പിച്ചോളൂ, ഈ കല്യാണവും നടക്കില്ല. അതെന്താ? അതെ, ഇവിടെ ഇരുന്ന് പൂച്ചക്കണ്ണില്ലേ, അവൻ ഇവിടുത്തെ അച്ഛന്റെ ആദ്യ ഭാര്യയുടെ മകനാണ്. അവനാണ് ഈ വീട്ടിലെ ശകുനി. അതെ, എനിക്ക് ഇത് തന്നെ മതി. അത് തീരുമാനിക്കുന്നത് നീയല്ല, അവരാണ്. നീ ഒന്നേ, ഈ കേസ് പോട്ടെ. അല്ലെങ്കിൽ ഊമകളെ കല്യാണം കഴിക്കാൻ കൊള്ളാമോ? എന്തെങ്കിലും ചോദിച്ചാൽ അഭിപ്രായം പോലും പറയത്തില്ല. പിന്നെ നിനക്ക് നല്ല കിടിലം പെമ്പിള്ളേരെ ഞാൻ കൊണ്ടുതരും. പക്ഷെ ബ്രോക്കറെ മാറ്റരുത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ ആലോചനയിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല. ഈ വീട്ടിൽ എൻ്റെ തീരുമാനങ്ങളെ നടക്കൂ. മനസ്സുള്ളവർക്ക് സഹായിക്കാം, അല്ലാത്തവർക്ക് ഇറങ്ങിപ്പോകാം. ചേട്ടാ, എങ്ങനെയെങ്കിലും ഇവന്റെ നോട്ടം കണ്ടിട്ട് ചില ലക്ഷണപ്പശ കണ്ടല്ല. എനിക്ക് ജനറൽ വാർഡ് ബുക്ക് ചെയ്യേണ്ടി വരുമോ? എന്നാ നിങ്ങൾ ഇറങ്ങല്ലേ? ആവാം സാറേ. ഒരു മിനിറ്റ്. അല്ലേലും ഈ കേസ് പോട്ടെ. സാറിന്റെ മരുമകനാകാൻ വെറും ഒരു ശിപായി പോരാ. ഇതൊരു മാതിരി കുയിലിന്റെ നാദൊക്കെ ആയിട്ട് നല്ലൊരു ഉഗ്രം പയ്യനെ ഞാൻ തപ്പിട്ട് തരാം. പക്ഷെ ബ്രോക്കറെ മാറ്റരുത്. താൻ എന്തായി പറയുന്നത്? ഈ ആലോചനയിൽ എനിക്ക് താല്പര്യമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു. ഞാനൊരു സത്യം പറയട്ടെ, ഊമ തന്നെയാ ബെസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. മറ്റാര് പറഞ്ഞാലും എനിക്ക് വിശ്വാസമില്ലെന്നറിയാലോ. ജോത്സ്യർ തന്നെ ഒന്ന് നോക്കി പറയണം. ഗണം യോനി യജുർ മഹേന്ദ്രം. 10-8 പൊരുത്തം. ചേരേണ്ടത് തന്നെ, സംശയമില്ല. 4-ാം ഭാവത്തിൽ ശുക്രൻ, 7-ൽ ചന്ദ്രൻ. ഗ്രഹനില വെച്ച് നോക്കുമ്പോഴും അത്യുത്തമ. ഉണ്ണികൃഷ്ണന്റെ ജാതകവശാൽ വധുവിന് ചില അപ്രതീക്ഷിത ശുഭകാര്യലബ്ധികളൊക്കെ കാണുന്നുണ്ട്. ചില തടസ്സങ്ങളുണ്ട്. അതിന് പരിഹാരം പറയാം. ചില വഴിപാടുകളൊക്കെ നടത്തണം. ആവാം. അപ്പോ എല്ലാം ഈശ്വര നിശ്ചയം പോലെ നടക്കും. ഇയാൾക്കിത് എന്തിന്റെ ഏനക്കേടാ? ഏതോ ഒരു ജോത്സ്യന്റെ വാക്കും കേട്ട് ആ കല്യാണം ഉറപ്പിച്ച് വന്നിരിക്കുന്നു. അതും കാശിന് ഗതിയില്ലാത്തൊരു. ആലോചന വന്നപ്പോഴേ അത് മുടക്കി കളനായിരുന്നു. അന്നാണ് ഞാനിവിടെ ഇല്ലാതെ പോയി. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്ത്? അത് വേണം ചിന്തിക്കാൻ. എന്ന് വെച്ചാ ഞാൻ അങ്ങേരുടെ ആദ്യ ഭാര്യയുടെ മകനാണല്ലോ. തള്ളയാണെങ്കിൽ ചത്തും പോയി. ഇപ്പൊ പൊറുതി സ്നേഹം 2ാം ഭാര്യയ്ക്ക് മാൾക്കുവാണല്ലോ. എന്നെ പണ്ടേ മതിപ്പില്ലല്ലോ. അവനാണെങ്കിൽ ഒരു ദരിദ്രൻ, ഇവളൊരു ഊമ. സ്വത്ത് ഭാഗം വയ്ക്കുമ്പം മനുഷ്യത്വം കയറി വന്നാ നമ്മൾ എന്ത് ചെയ്യണം? തൽക്കാലം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഈ കല്യാണം നടക്കട്ടെ. ആടി ഉലയുന്ന ഈ വഞ്ചി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയണമല്ലോ. ഏറിയ 4-5 മാസം. അത് കഴിഞ്ഞാൽ താനെ മുങ്ങും. ഇല്ലെങ്കിൽ നമ്മൾ ചേർന്ന് മുക്കും. വിവാഹത്തിനു മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദീർഘസുമംഗലിയായിരിക്കും.
നാട്ടുകാർക്കൊക്കെ വലിയ വിശ്വാസമാണ്, അല്ലാതെ മറ്റൊരു ഉദ്ദേശമല്ല. കല്യാണത്തിന് മുമ്പ് കുഞ്ഞിനോട് 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ അവന് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് കൂട്ടിക്കൊണ്ട് വന്നത്. ഉണ്ണികൃഷ്ണൻ അമ്പലത്തിലുണ്ട്, ചെന്നോളൂ. ഇതൊട്ട് തുറന്നിട്ട് കിട്ടണില്ലല്ലോ കൃഷ്ണ. ഇതെന്താ എലിപ്പെട്ടിയിലിട്ട് അടക്കാൻ ഞാൻ എന്താ എലിയാ? എടാ ഉണ്ടക്കണ്ണും വീഴ്ച നിക്കാതെ എന്നെ ഒന്ന് തുറന്നു വിട്. ഇതെന്തൊരു ആ കഷ്ട. ഈ തള്ളി ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാൻ എങ്ങനെ ഇറങ്ങാനാ? കണ്ടല്ലേ, ഇതൊന്ന് തുറക്ക്. ഓ തുറക്ക അങ്ങട്ട്. ഇറങ്ങി. കുഞ്ഞിവിടെ നിന്ന് തൊഴുതോ, എനിക്കൊരു വഴിപാട് ചെയ്യാണ്ട്. ഞാൻ ഇപ്പൊ വരാം. തിരുമേനി, എനിക്കൊരു കാര്യം പറയണ്ട്. എന്താ? എനിക്കൊരു ശത്രുണ്ട്, ഒരു അലവലാതി ചേറ്റ. അവളുടെ 2 കാലും ഒടിയണം, കൈ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി ആട്ടണം, 2 കണ്ണും കുത്തി പഴുക്കണം, തല പൊട്ടി ചെതറണം, വീട് കത്തി ചാമ്പലാവണം. ഇതിനൊക്കെ ഞാൻ എന്ത് വഴിപാടാ തിരുമേനി ചെയ്യേണ്ടത്? 4 കൊട്ടേഷൻകാരെ കൂടെ കാണുക, ഇതൊക്കെ അവര് ചെയ്തോളും. കല്യാണത്തിന് മുമ്പ് ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി, അതറിയാതെ മനസ്സമാധാനമില്ല. അത് എന്റെ ഈ ശബ്ദം ആൾക്കാർ കേൾക്കുമ്പോൾ പരിഹസിക്കും. കുട്ടിക്ക് ഇഷ്ടാവോ? എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. എന്താ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം? എനിക്ക് ശരി. ഇനി അതെടുക്ക്. ഇനി ഇങ്ങോട്ട് ഇതിലെ അയ്യോ അങ്ങനെയല്ല ഈ ഇതിലൂടെ ഈ കല്യാണത്തിന്റെ അന്ന് തന്നെ കവറുകൾ പൊട്ടിച്ച് സംഭാവനകൾ എഴുതി വെക്കുന്ന മോശമാണ് കേട്ടോ. എന്ത് മോശം? പാലപ്പറമ്പിൽ ദാമോദരൻ 101 രൂപ. ഈ കല്യാണം കഴിയുന്നവരെ കരുതി വെച്ചതൊക്കെ കല്യാണത്തോടു കൂടി പാക്ക് പൊട്ടും. പിന്നെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഇതുപോലുള്ള കവറുകൾ. ഇതാരേത്? ഒന്നുമില്ലേ? എച്ചിക്കാട്ട് രാമേന്ദ്രൻ. പേര് പോലെ തന്നെ ആളും പരമ എച്ചിയ. കവർ എന്ന് പറഞ്ഞ ഇതാണ് മോനെ കവറ്. ഈ കവറെ പന്തലിൽ വെച്ചേ ഞാൻ കണ്ടതാ. ഈ കവറിന്റെ കവറേജ് വെച്ച് 7 ഗ്ലാസ് പായസം അയാളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചത്. കവറിന്റെ ഉള്ളിൽ കവറാ. ദേ പിന്നെയും കവറ്, പിന്നെയും കവറിന്ന്. സെറ്റപ്പ് ആയിരിക്കും, ചെക്കായിരിക്കും. അയ്യോ, കേരള സംസ്ഥാന ലോട്ടറി. പിന്നെ 10 രൂപ. നരക്ക് കിട്ടിയാൽ പകുതിയെങ്കിലും തരണേ ഉണ്ണികൃഷ്ണ എന്നും മടത്തി പറമ്പി കോവാലൻ. വെറുതെ 7 ഗ്ലാസ് പായസം കളഞ്ഞില്ലടാ. നോക്കട്ടെ, കേരള ആയത് ഭാഗ്യം. ഭൂട്ടാനാണെങ്കിൽ സമ്മാനം പോലും കിട്ടില്ല. മുഹമ്മദ് മുസ്തഫ. ഓരോന്നൊക്കെ 50 രൂപ തരികയും ചെയ്യും. 500 രൂപ. ഞാൻ 75 രൂപ വെച്ചു. നീ എന്താടാ ചാർജ് പോയ മൊബൈൽ പോലെ ഇവിടെ വന്നിരിക്കുന്നത്? ആദ്യ രാത്രിയല്ലേ, അതിന്റെ ഒരു ടെൻഷൻ. എടാ ഞങ്ങളെ കണ്ടുപിടിക്ക്, ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ലല്ലോ. അതിന് നിങ്ങളുടേതല്ലല്ലോ ആദ്യ രാത്രി, എന്റേതല്ലേ.
ഈ രാത്രി ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അത് പൊളിഞ്ഞ എല്ലാം പൊളിഞ്ഞു. ഈ ആദ്യ രാത്രി ഭാര്യയെ മയക്കാൻ പറ്റണം. അതിന് അവൾക്ക് ഉറക്കുളിയ വാങ്ങിച്ചു കൊടുത്താൽ മതിയല്ലോ. അതല്ല, ഈ ശബ്ദം വെച്ച് ഞാൻ ഈ രാത്രി എങ്ങനെ അവിസ്മരണീയമാക്കും? മോനെ, ആദ്യ രാത്രി അവിസ്മരണീയമാക്കേണ്ടത് ശബ്ദം കൊണ്ടല്ല. അവൻ പറഞ്ഞാലും കാര്യണ്ട്. Correct. ലേഡീസിന്റെ മനഃശാസ്ത്രം അറിയാവുന്നത് കൊണ്ട് പറയാം. ഈ സർപ്രൈസിലാണ് പൊതുവെ ലേഡീസിന് ഇഷ്ടം. ഒരു സാരി വാങ്ങിക്കൊടുക്കുക, കുറച്ച് സ്വർണം വാങ്ങിച്ചു കൊടുക്കുക, സിനിമക്ക് കൊണ്ടുപോകുക. ആദ്യ രാത്രി സിനിമയ്ക്ക് കൊണ്ടുപോകാനോ? ഇപ്പോഴത്തെ കാര്യമല്ല, പിന്നെ? ഭാവിയിലെ കാര്യം. പിന്നെ ഭാര്യമാര് സ്വയം മറന്നങ്ങ് സ്നേഹിച്ചോളും. അതാ ഞാൻ പറഞ്ഞേ, അവളുമാരെ ഞെട്ടിക്കണം. ഈ ശബ്ദം വെച്ചോണ്ട് ഞാൻ എങ്ങനെ ഞെട്ടിക്കും? അതിന് ഈ ശബ്ദം വെച്ചോണ്ട് തന്നെ ഞെട്ടിക്കാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട് മോനെ. എന്ത് വഴി? ഡബിങ്. ഈ മലയാളം അറിയാത്ത നടിമാർക്ക് ശബ്ദം കടം കൊടുക്കാറില്ലേ? അതേപോലെ നമ്മളും കടമായി തരുന്നു ഒരു ശബ്ദം. നീ വെറുതെ ചുണ്ടരയ്ക്കാ മതി. നിന്റെ ആദ്യ രാത്രി ആദ്യ ഡബ്ബിങ്. അത് കൊള്ളാം.